നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 15ാം കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ 11ാം സമ്മേളനം നടപടികൾ പൂർത്തീകരിച്ച് അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2024-2025 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് പാസാക്കി ജൂൺ 10 തുടങ്ങിയ സമ്മേളനം 28 ദിനങ്ങൾ ചേരാനാണ് കലണ്ടർ തയ്യാറാക്കിയത്. എന്നാൽ 19 ദിവസങ്ങളാണ് സമ്മേളിച്ചത്. ബാക്കി 9 ദിവസത്തെ സമ്മേളനം ഒഴിവാക്കിയത് കാര്യോപദേശക സമിതി യോഗത്തിന്റെ ശുപാർശ പ്രകാരമാണ്. 12 ദിവസങ്ങളാണ് ധന അഭ്യർത്ഥനകളുടെ പരിഗണനയ്ക്കായി നീക്കിവെച്ചത്. അതേസമയം ഇന്നലെയും പ്രതിപക്ഷ വാക്കൌട്ട് ഉണ്ടായി. നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം ഇറങ്ങിപ്പോയത്. മികച്ച വിദ്യാഭ്യാസവും തൊഴിൽ സാധ്യതയും തേടി കേരളത്തിൽ നിന്നും വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്ന് നോർക്ക റൂട്ട്സിന്റെ സർവേയിൽ കണ്ടെത്തി. ഈ സാഹചര്യം ചർച്ച ചെയ്യുന്നതിന് നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപം പരിഗണനയ്ക്ക് എടുക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. പ്രതിപക്ഷത്ത് നിന്ന് മാത്യു കുഴൽനാടനാണ് നോട്ടീസ് നൽകിയത്. ഇന്നത്തെ തലമുറ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അന്തരീക്ഷം സംസ്ഥാനത്തിന് നൽകാൻ സാധിക്കുന്നില്ലെന്ന് മാത്യു കുഴൽനാടൻ ആരോപിച്ചു. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും കടന്ന് വിദേശത്തേക്ക് പോകാമെന്ന് ചിന്തിക്കുന്ന തലമുറ വളർന്നു വരുന്നത് ഭയാനകമാണെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. വിദേശ സർവകലാശാലകൾ നേരത്തെ തന്നെ കേരളത്തിൽ വന്നിരുന്നുവെങ്കിൽ വിദ്യാർത്ഥികളുടെ കുടിയേറ്റം ഒഴിവാക്കാമായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചൂണ്ടിക്കാണിച്ചു. വിദ്യാർത്ഥികളുടെ കുടിയേറ്റം കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക മേഖലകളിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. അതേസമയം വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസവും തൊഴിലും തേടി വിദേശത്തേക്ക് പോകുന്നത് ആഗോള പ്രതിഭാസമാണെന്നാണ് മന്ത്രി ആർ ബിന്ദു മറുപടി നൽകിയത്. ഇന്ത്യയിൽ താരതമ്യേന കുടിയേറ്റം കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. 2023 കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അറിയിച്ച കണക്ക് പ്രകാരം കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥി കുടിയേറ്റം ഇന്ത്യയിലെ ആകെ കുടിയേറ്റത്തിന്റെ 4% മാത്രമാണ്. വിദ്യാർത്ഥികൾ വിദേശത്ത് ഉപരിപഠനത്തിന് പോകുന്നത് ഒരു കുറ്റമല്ല. വിഷയം ചർച്ച ചെയ്യാൻ സഭാ നടപടികൾ നിർത്തി വയ്ക്കേണ്ടതില്ല എന്നായിരുന്നു മന്ത്രി ആർ ബിന്ദുവിന്റെ മറുപടി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയായിരുന്നു. അതേസമയം ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലി സമ്മേളനം നടക്കുന്നതിനിടയിൽ പുറത്ത് വലിയ രീതിയിൽ പ്രതിഷേധം വന്ന ഒരു സംഭവമാണ് +1 സീറ്റ് പ്രതിസന്ധി. ഈ വിഷയത്തിൽ മന്ത്രി വി ശിവൻകുട്ടി മറുപടി നൽകിയിരിക്കുകയാണ്. മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ താൽക്കാലിക അധിക ബാച്ചുകൾ അനുവദിക്കാൻ തീരുമാനിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. സംസ്ഥാനത്തെ 2024-25 അധ്യയന വർഷത്തിൽ +1 പ്രവേശനത്തിന് 1ാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉൾപ്പെടെയുള്ള മുഖ്യ അലോട്ട്മെന്റുകൾ കഴിഞ്ഞപ്പോഴും പ്രവേശനം കിട്ടാത്ത മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാർത്ഥികളുടെ +1 പ്രവേശനത്തിനായി പ്രസ്തുത ജില്ലകളിൽ താൽക്കാലിക അധിക ബാച്ചുകൾ അനുവദിക്കുകയാണ്. 2023-2024 അധ്യയന വർഷം സംസ്ഥാനത്ത് ആകെ 4,25,671 വിദ്യാർത്ഥികൾ SSLC പാസ്സായി ഉപരിപഠനത്തിന് യോഗ്യത നേടിയിട്ടുണ്ട്. +1 പഠനത്തിനായി ആകെ 4,33,471 സീറ്റുകൾ മാർജിനൽ സീറ്റ് വർധന ഉൾപ്പെടെ സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ലഭ്യമാണ്. സർക്കാർ എയ്ഡഡ് മേഖലയിൽ 3,78,580 സീറ്റുകളിലാണ് ലഭ്യമായിട്ടുള്ളത്. ഈ അക്കാദമിക് വർഷം +1 പ്രവേശനത്തിന് സീറ്റ് ക്ഷാമം ഉണ്ടാകാതിരിക്കുന്നതിനായി അലോട്ട്മെന്റുകളുടെ തുടക്കത്തിൽ തന്നെ 2024 മെയ് 8 സർക്കാർ ഉത്തരവ് പ്രകാരം 2023-2024 വർഷം താൽക്കാലികമായി അനുവദിച്ചതും നിലനിർത്തിയതും ഷിഫ്റ്റ് ചെയ്തതുമായ ആകെ 178 ബാച്ചുകൾ തുടരുന്നതിനും മലബാർ മേഖലയിൽ എല്ലാ സർക്കാർ സ്കൂളുകളും 30% മാർജിനൽ സീറ്റ് വർധനയും എല്ലാ എയ്ഡഡ് സ്കൂളുകൾക്കും 20% മാർജിനൽ സീറ്റ് വർധനയും ആവശ്യപ്പെടുന്ന എയ്ഡഡ് സ്കൂളുകൾക്ക് അധികമായി 10% മാർജിനൽ സീറ്റ് വർധനയും അനുവദിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.